നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ചികിത്സ പിഴവ് വിവാദം. കാഴ്ച നഷ്ടപ്പെട്ട തൃക്കൂർ സ്വദേശി സനൂപിന് സഹായവുമായി അനിൽ അക്കരയും തൃക്കൂർ പഞ്ചായത്തും. കോടാലിയിൽ 2 ദിവസം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഭാഗികമായി കത്തി നശിച്ച നിലയിൽ. അമ്മാസ് കിച്ചൻ എന്ന സ്ഥാപനമാണ് കത്തിയത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ആളൂർ പറമ്പി റോഡിന് സമീപമുള്ള കനാൽ പാലത്തോട് ചേർന്ന് സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി. ആളൂരിൽ കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചികിത്സാ പിഴവ് മൂലം തൃക്കൂർ സ്വദേശി സനൂപിന്റെ കൃഷ്ണമണികൾ നീക്കം ചെയ്തെന്ന പരാതിയെക്കുറിച്ചുള്ള വാർത്തയിൽ സഹായവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയും തൃക്കൂർ ഗ്രാമപഞ്ചായത്തും. 2023 കാൽമുട്ട് വേദനയ്ക്കുള്ള ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയ തൃക്കൂർ സ്വദേശി മുളങ്ങാട്ടുപറമ്പിൽ സനൂപിന്റെ 2 കണ്ണുകളും നഷ്ടമായെന്നാണ് പരാതി. ജൂലൈ 5-ാം തീയതി ഞാൻ അച്ഛനും ബൈക്ക് ഓടിച്ച് ബുള്ളറ്റ് ഓടിച്ച് മെഡിക്കൽ കോളേജിൽ പോയതാണ്. മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. അവിടെ അഡ്മിറ്റാക്കി ഇപ്പോൾ കാലിന് മുട്ടിൻ്റെ വേദനയ്ക്ക് പോയതാണ്. അപ്പോൾ അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ വാർഡിലേക്ക് നടന്നു പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നടന്നു പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. 4-ാം വാർഡിൽ പോയി കോളം പറഞ്ഞു. 4-ാം വാർഡിൽ പോയി അവിടെ ഒരു ബെഡില്ല എന്ന് പറഞ്ഞു. ബെഡില്ലാണ്ടായിപ്പോൾ നിലത്ത് തറയിൽ കിടക്കണ്ടായിരുന്നെ. തറയിൽ കിടന്ന് അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രിപ്പ് ഇട്ട് നിലത്തല്ല കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞൊക്കെ നടക്കുമ്പോൾ സൂചി ചെറുതായിട്ടൊന്ന് ഊരിപ്പോയി. ഊരിയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങി ഞരമ്പീന്ന് വിട്ടിട്ട്. അപ്പോൾ ഡോക്ടറെ പോയി പറഞ്ഞു, ഡോക്ടറല്ല നഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഊരി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ വന്നില്ലേ. പിന്നെയും 2-3 വട്ടം പോയി പറഞ്ഞു, അവർ വന്നില്ലേ. പിന്നെ നിലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയപ്പോൾ തന്നെ ഊരിപ്പോന്നു. അത് കഴിഞ്ഞ് ബെഡ് കിട്ടി. അപ്പോഴേക്കും ഈ കയ്യുമ്പോൾ ട്രിപ്പിട്ട് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി. പിന്നെ ഗ്ലൂക്കോസ് കയറ്റിണ്ടായില്ലേ. ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി ഈ കയ്യുമ്പോൾ ഒരു കറുത്ത പാടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൈ ആകെ വീർത്തു ആകെ നീര് വന്ന പോലെ. നീര് വന്ന് പിന്നെ എൻ്റെ ബോധം പോയി. പിന്നെ എനിക്ക് ICUവിൽ വല്ലപ്പോൾ ഇടയ്ക്കിടെ കുറച്ച് നേരം ഓർമ്മ വരും. പിന്നെ കണ്ണ് മിഴി കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോയിട്ട് കണ്ണെടുത്ത് കളയണത് ഓർമ്മയുള്ളൂ. കണ്ണിങ്ങനെ കുത്തിയെടുക്കണത്. അപ്പോൾ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ കാല് കേട്ട് കുറേ അടിച്ച് അയ്യോ വേദന എടുക്കുന്ന ഇപ്പൊ കഴിയുന്നു പറഞ്ഞിട്ട് ഇതെടുത്തിട്ട് നല്ല വേദന എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്തുണ്ട്. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് സനൂപിനും കുടുംബത്തിനും ഇനിയും മനസ്സിലായിട്ടില്ല. അച്ഛനും അമ്മയും 1-ാം ക്ലാസ്സുകാരനായ മകനുമടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു സനൂപ്. ടൈൽസ് പണിക്ക് പോയാണ് സനൂപ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. എന്നാൽ ആ യാത്ര എന്നേക്കുമുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ ക്യാനുല ഇട്ട സ്ഥലത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കയ്യിലാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോട് ഒന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്നറിയിച്ചു. ശസ്ത്രക്രിയയ്ക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിയിപ്പിച്ചു. 2 കൃഷ്ണമണികളും നീക്കം ചെയ്യാനായുള്ള ശസ്ത്രക്രിയയാണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞും നൽകിയില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണിന്റെ കെട്ടഴിച്ചപ്പോഴാണ് കുടുംബവും സനൂപും ഈ വിവരം അറിയുന്നത്. തുടർന്നുള്ള സനൂപിന്റെ ജീവിതം ഇരുട്ടിലായി. കുടുംബം ദുരിതത്തിലായി. അച്ഛൻ ചന്ദ്രന് പ്രായമായി ജോലിക്ക് പോകാൻ കഴിയില്ല. അമ്മ വത്സലയാണ് വീട്ടുജോലിക്ക് പോയി കുടുംബം നോക്കുന്നത്.
കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്തും കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയും സഹായഹസ്തവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സനൂപിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് പഞ്ചായത്ത് അധികൃതരും അനിൽ അക്കരയും സഹായം ഉറപ്പു നൽകിയത്. സനൂപിന് പരമാവധി സഹായങ്ങൾ ചെയ്തു നൽകുമെന്ന് അനിൽ അക്കര വ്യക്തമാക്കി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടി ഭാരവാഹികളും പറഞ്ഞനുസരിച്ചാണ് ഇന്ന് ഇവിടെ എത്തിയത്. 2 ദിവസമായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ MLA ആയിരുന്നു മുൻപ് ഈ 5 വർഷക്കാലം. അപ്പോൾ അതിൻ്റെ കൂടി ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടത്. ഈ സനൂപിൻ്റെ ചികിത്സയുമായി തുടർ ചികിത്സ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് അതിൻ്റെ നടപടികളിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ തന്നെ വ്യക്തിപരമായ രീതിയിൽ മുൻകൈ എടുക്കും. മറ്റ് ഇവരുടെ സാമൂഹ്യപരമായ കാര്യങ്ങൾ, ഈ കുടുംബത്തിൻ്റെ മറ്റ് സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹ്യപരമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ചികിത്സയ്ക്ക് വേണ്ടിയും നിയമപരമായുമുള്ള എല്ലാ സഹായവും നൽകുമെന്നും മുൻ MLA അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇരുന്ന സ്ഥലത്തെ ജനപ്രതിനിധിയായിരുന്ന തന്റെ ഉത്തരവാദിത്തമാണെന്നും അനിൽ അക്കര പറഞ്ഞു. സനൂപിന്റെ കുടുംബത്തിനുള്ള സഹായം ഉറപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടികയും പറഞ്ഞു. ഇവിടെ പ്രായമായ അച്ഛനും അമ്മയും ഒരു വയസ്സുള്ള ഒരു മകനുമാണ് അടങ്ങുന്നതാണ് ഈ കുടുംബം. പക്ഷെ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഈ അമ്മയ്ക്ക് വീട്ടുജോലിക്ക് പോയിട്ട് വേണം ആ കുടുംബം പോറ്റാൻ. സനൂപിനെ കൊണ്ട് ഒന്നും ആവാത്ത അവസ്ഥയാണ്. കാരണം 2 കണ്ണും പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാലിന്റെ മുട്ടിന് വേദനയുമായി വന്ന ഒരാൾക്ക് കണ്ണ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിന് ശക്തമായ നടപടികൾ എടുക്കണം. അതിന് കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ ആവശ്യമായ നഷ്ടപരിഹാരവും അവരുടെ കുടുംബത്തിന് കഴിയാവുന്ന നഷ്ടപരിഹാരം കൂടി സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. തൃക്കൂർ പഞ്ചായത്ത് ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും ബാധ്യസ്ഥരാണ്. അത് തൃക്കൂർ പഞ്ചായത്ത് ആ കാര്യങ്ങളിൽ അവർ ചികിത്സയുമായി ബന്ധപ്പെട്ടും അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ വിവരങ്ങൾ തിരക്കിയും രോഗവിവരങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചുമാണ് അനിൽ അക്കര മടങ്ങിയത്. സന്ദീപ് കണിയത്ത്, മോഹനൻ തുഴൂക്കാട്ട്, സനൽ മഞ്ഞളി, കല്ലൂർ ബാബു, പ്രഭനൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, ജെറോം ജോൺ എന്നിവരും കോൺഗ്രസ് നേതാവിനോടൊപ്പം കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയം ഉടൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. യുവാവിന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്വന്തമായി കാലുറപ്പിക്കാൻ 3 യുവാക്കൾ കണ്ട സ്വപ്നം കത്തിയമർന്നു. കോടാലി ITU ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന അമ്മ എന്ന ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ തീപിടുത്തത്തിൽ 3/4 ഭാഗവും നശിച്ചു. സംരംഭം ആരംഭിച്ച് 2ാം ദിവസം തന്നെ നടന്ന ഈ ദുരന്തത്തിന് പിന്നിൽ സാമൂഹ്യവിരുദ്ധരാണോ എന്ന സംശയത്തിലാണ് നാട്ടുകാരും ഉടമകളും. കോടാലി സ്വദേശികളായ ജിഷൻ, രാഹുൽ, ശ്രീരാഗ് എന്നിവർ ചേർന്ന് വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ സംരംഭമാണ് ഈ ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ. പൂർണ്ണമായും പ്രകൃതിദത്തമായ രീതിയിൽ തെങ്ങിന്റെ ഓലയും മുളയും ഉപയോഗിച്ചാണ് കട നിർമ്മിച്ചിരുന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന ഈ ഹോട്ടലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 ദിവസമേ പിന്നിട്ടിരുന്നുള്ളൂ. ചൊവ്വാഴ്ച രാത്രി കച്ചവടം കഴിഞ്ഞ് ഹോട്ടൽ അടച്ചുപോയതിനു ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. ഓലയും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ തീ പെട്ടെന്ന് ആളിപ്പടരുകയായിരുന്നു. ഹോട്ടലിന്റെ പ്രധാന ഭാഗങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചതിനോടൊപ്പം തൊട്ടടുത്ത മെയിൻ കെട്ടിടത്തിന് മുകളിലെ ട്രസ് വർക്കിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി ഉടമകൾ പറഞ്ഞു. അസമയത്തുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹ്യവിരുദ്ധരുടെ ഇടപെടൽ ഉണ്ടോയെന്ന് ഉടമകൾ സംശയിക്കുന്നു. സംഭവത്തെക്കുറിച്ച് യുവാക്കൾ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. അപ്രതീക്ഷിതമായി പുഴയിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഇതര സംസ്ഥാനക്കാരായ 15ഓളം വിനോദയാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. വനസംരക്ഷണ സമിതി പ്രവർത്തകരെത്തി രക്ഷപ്പെടുത്തി. ബിസിനസ് ന്യൂസ്. 3 മുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ റംസാൻ മെഗാ സേവിംഗ് സെയിൽ ജനപ്രിയമാകുന്നു. മികച്ച ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് ലഭ്യമാകുന്ന വമ്പൻ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക്സ്, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ഗൃഹോപകരണങ്ങൾ, പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ് നൽകിയാണ് ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ റംസാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. വിപണിയിൽ 1710 രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക്കൽ കെറ്റിൽ വെറും 449 രൂപയ്ക്ക് ഇവിടെ ലഭ്യമാണ്.
5295 രൂപ വിലയുള്ള പ്രസ്റ്റീജ് പിക് 33+ ഇൻഡക്ഷൻ കുക്കർ 50% വിലക്കിഴിവിൽ ലഭിക്കുന്നു. 6500 രൂപ വിലയുള്ള ഇംപെക്സ് മിക്സർ ഗ്രൈൻഡർ വെറും 2599 രൂപയ്ക്ക്. 5990 രൂപയുടെ ഇംപെക്സ് എയർ ഫ്രയർ വെറും 2599 രൂപ. ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2399 രൂപ മാത്രം. ബ്ലൂബെറി 6 ലിറ്റർ എയർ ഫ്രയർ 3599 രൂപ എന്നിങ്ങനെ അമ്പരിപ്പിക്കുന്ന ഓഫറുകൾ ഹോം എക്സ്പ്രസിൽ ഒരുക്കിയിരിക്കുന്നു. കത്തുന്ന ചൂടിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി പ്രത്യേകമായി ഒരുക്കിയ ചിൽ ഔട്ട് സെയിലിൽ 10 വർഷം കംപ്രസർ വാറണ്ടിയും 5 വർഷത്തെ ഫുൾ വാറണ്ടിയുമുള്ള ഗോദ്രേജ് 1 ടൺ സ്പ്ലിറ്റ് AC 24,999 രൂപയ്ക്കും 1.5 ടൺ സ്പ്ലിറ്റ് AC 28,499 രൂപയ്ക്കും ലഭ്യമാണ്. കൂടാതെ സീലിംഗ് ഫാൻ 999 രൂപ മുതൽ ലഭിക്കുന്നു. 5890 രൂപ വില വരുന്ന ഇംപെക്സ് BLDC ഫാൻ വെറും 2699 രൂപ. ബ്ലൂബെറി BLDC ഫാൻ 1999 രൂപ മുതൽ. 35 ലിറ്റർ ബ്ലൂബെറി എയർ കൂളറിന് വെറും 5299 രൂപ മാത്രം. ഇംപെക്സ് എയർ കൂളറിന് 5399 രൂപ എന്നിങ്ങനെ കൂൾ ഓഫറുകൾ ഹോം എക്സ്പ്രസിൽ ലഭ്യമാണ്. 32 ഇഞ്ച് ആൻഡ്രോയിഡ് TV വെറും 9999 രൂപയ്ക്ക് ലഭിക്കുന്നു. 40 ഇഞ്ച് സ്മാർട്ട് ആൻഡ്രോയിഡ് TVക്ക് വെറും 13,699 രൂപ മാത്രം. ഗോദ്രേജ് 7 kg വാഷിംഗ് മെഷീൻ 14,499 രൂപ എന്നിങ്ങനെ ഗൃഹോപകരണങ്ങൾക്കും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും മറ്റെവിടെയും ലഭിക്കാത്ത വമ്പൻ ഓഫറുകളാണ് ഹോം എക്സ്പ്രസിന്റെ റംസാൻ ഫെസ്റ്റീവ് സെയിലിൽ ഒരുക്കിയിരിക്കുന്നത്. പുണ്യ റമദാനോടനുബന്ധിച്ച് 3 മുറി ഹോം എക്സ്പ്രസിൽ വമ്പിച്ച ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. ബ്ലൂബെറി എയർ കൂളർ 35 ലിറ്റർ 5299. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ 7 kg 14,499. സീലിംഗ് ഫാൻ 999 മുതൽ. പെഡൽസ് ഫാൻ 1999 തുടക്കം. ഈ ഓഫറുകൾ മാർച്ച് 7 വരെയാണ്. എല്ലാ കസ്റ്റമേഴ്സിനും 3 മുറി ഹോം എക്സ്പ്രസിലേക്ക് സ്വാഗതം. കുറുവ റൈസ് 29 രൂപ, ബർക്കത്ത് ബിരിയാണി റൈസ് 54 രൂപ, ബസുമതി റൈസ് 69 രൂപ, പഞ്ചസാര 42 രൂപ എന്നിങ്ങനെ റംസാൻ സ്പെഷ്യൽ ഓഫറിൽ നിത്യോപയോഗ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 21 ആരംഭിച്ച ഓഫർ സെയിൽ മാർച്ച് 7 വരെയാണുള്ളത്. ഈ കാലയളവിൽ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള 999 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ നൽകുന്നു. നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാനും അവസരമുണ്ട്. മുറി ഹോം എക്സ്പ്രസിൽ റംദാൻ ഓഫറുകൾ ജനപ്രിയമാവുകയാണ്. ഇംപെക്സ് മിഗോ എയർ ഫ്രയർ 3799, ഇംപെക്സ് ഇലക്ട്രിക് കെറ്റിൽ 499, മിസ്റ്റർ ലൈറ്റ് ബ്ലെൻഡർ 1999, മിക്സർ ഗ്രൈൻഡർ 2799, ബട്ടർഫ്ലൈ ഗ്യാസ് സ്റ്റൗ 3100. കൂടാതെ 999 രൂപയുടെ ഓരോ പർച്ചേസിനും വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ അവസരമുണ്ട്. 3 മുറിക്ക് പുറമെ അഷ്ടമിച്ചിറ, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. ഗ്രാമീണ മേഖലയിൽ 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന 3 മുറിയിലെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ റംസാൻ ഓഫറുകൾ ഇതിനോടകം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയ്ക്ക് മറ്റെവിടെയും ലഭിക്കാത്ത മികച്ച വിലക്കിഴിവും വമ്പൻ ഓഫറുകളും നൽകിയാണ് ഈ റംസാൻ കാലത്തെ 3 മുറിയിലെ ഹോം എക്സ്പ്രസ് വരവേൽക്കുന്നത്. ഒപ്പം 999 രൂപയുടെ ഓരോ പർച്ചേസിനും വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാനുള്ള അവസരവും ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. ക്യാമറാമാൻ ലിയോ ആന്റണിക്കൊപ്പം ആന്റോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. ആളൂർ മാനാട്ടുകുന്ന് പെരിപ്പറമ്പിൽ വീട്ടിൽ മുറി രതീഷ് എന്ന് വിളിക്കുന്ന രതീഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ മാനാട്ടുകുന്നിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് ആളൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
രതീഷ് ആളൂർ കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസിലും 2 അടിപിടി കേസിലും 1 കവർച്ച കേസിലും അടക്കം 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ബി ഷാജിമോൻ, GSI-മാരായ പ്രസന്നകുമാർ, ജയകുമാർ, സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജോ ആന്റണി, സമീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ കൃഷ്ണദാസ്, ശ്രീജിത്ത്, അനൂപ്, ഹോംഗാർഡ് ജോയ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്ന വോട്ട് വണ്ടി പുതുക്കാടിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയ ലളിതമായി മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ മൊബൈൽ ഡെമോ യൂണിറ്റിന്റെ ലക്ഷ്യം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, VVPAT എന്നിവയുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഈ വാഹനത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവ വോട്ടർമാർക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഡെമോ സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി തഹസിൽദാർ MV വേണുഗോപാലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പുതുക്കാട്ടെ പര്യടനം നടന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം VVPAT മെഷീനിലൂടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയോ എന്ന് പരിശോധിക്കുന്ന രീതിയും ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വിശദീകരിച്ച് നൽകി. വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര വകംതൊഴൽ മഹോത്സവത്തിന് കൊടിയേറി. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. ചെമ്പുച്ചിറ നൂലുവള്ളി ദേശക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിൽ ഇരുവിഭാഗവും 9 വീതം ഗജവീരന്മാരെ അണിനിരത്തും. 11 കാവടി സെറ്റുകൾ ഒരുമിച്ച് ചേർന്നുള്ള കാവടിയാട്ടം, 1 മണിക്കൂർ നീളുന്ന കുടമാറ്റം, മേളം, പഞ്ചവാദ്യം എന്നിവയുണ്ടാകും. ലയൺസ് ക്ലബിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ് ആളൂർ SNUP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ് ആളൂർ SNUP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ കോർഡിനേറ്റർ ബിജു പറത്തൂർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജെയ്സൺ കീരിയത്ത അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ EK മാധവൻ, പ്രധാനാധ്യാപകൻ റോണി K മാവേലി, ലയൺസ് റീജിയണൽ ചെയർമാൻ സെബി വട്ടോലി, ലയൺസ് ക്ലബ് സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ, മീഡിയ കോർഡിനേറ്റർ KO വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 5 സ്മാർട്ട് ക്ലാസ് മുറികളും 2 ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കുകളുമാണ് വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്കൂൾ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. കൈകൾ പലപ്പോഴും വിയർക്കുന്നതായി പലരും പറയാറുണ്ട്. വിയർക്കുന്ന കൈകൾ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്, പ്രത്യേകിച്ച് ഹസ്തദാനം ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ. ഇടയ്ക്കിടെ വിയർക്കുന്നത് സാധാരണമാണെങ്കിലും തുടർച്ചയായി വിയർക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാണ്. കൈപ്പത്തി വിയർക്കുന്നതിന്റെ ചില കാരണങ്ങളെക്കുറിച്ച് അറിയാം. കൈകൾ എപ്പോഴും വിയർക്കുന്നതായി പലരും പറയാറുണ്ട്. വിയർക്കുന്ന കൈകൾ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്, പ്രത്യേകിച്ച് ഹസ്തദാനം ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ. ഇടയ്ക്കിടെ വിയർക്കുന്നത് സാധാരണമാണെങ്കിലും തുടർച്ചയായി വിയർക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാണ്. കൈപ്പത്തി വിയർക്കുന്നതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന അവസ്ഥയാണ് ആദ്യത്തെ കാരണം. കൈകളിൽ അമിതമായി വിയർക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ കാരണം പ്രൈമറി ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പ്രൈമറി ഹൈപ്പർ ഹൈഡ്രോസിസ് കേസുകളിൽ സാധാരണയായി രാത്രിയിൽ വിയർപ്പ് കുറയുന്നു. എന്നിരുന്നാലും ഹൈപ്പർ ഹൈഡ്രോസിസ് ഉണ്ടാകുമ്പോൾ രാത്രി വിയർപ്പ് ഉണ്ടാകാമെന്ന് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി അസോസിയേഷൻ പറയുന്നു. ഉത്കണ്ഠയും സമ്മർദ്ദവുമാണ് മറ്റൊരു കാരണം. പൊതുപ്രസംഗങ്ങൾ, പരീക്ഷകൾ അല്ലെങ്കിൽ സമ്മർദ്ദകരമായ സംഭാഷണങ്ങൾ എന്നിവയ്ക്കിടെ കൈകൾ വിയർക്കാം. സമ്മർദ്ദ ഹോർമോണുകൾ വിയർപ്പ് ഗ്രന്ഥികളെ സജീവമാക്കുന്നു. പ്രത്യേകിച്ച് കൈകൾ, കാലുകൾ, കക്ഷങ്ങൾ എന്നിവയിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നറിയപ്പെടുന്ന അമിതമായി പ്രവർത്തിക്കുന്ന തൈറോയിഡ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും അമിതമായ വിയർപ്പിന് കാരണമാവുകയും ചെയ്യും. പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് വിയർപ്പ്, വിറയൽ, തലകറക്കം എന്നിവയ്ക്ക് കാരണമാകും. ബലഹീനത, ആശയക്കുഴപ്പം അല്ലെങ്കിൽ വിശപ്പ് എന്നിവയ്ക്കൊപ്പം കൈകൾ വിയർക്കുന്നുണ്ടെങ്കിൽ
രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. പ്രായപൂർത്തിയാകുമ്പോഴോ ഗർഭകാലത്തോ ആർത്തവ വിരാമത്തിലോ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ വിയർപ്പ് വർദ്ധിപ്പിക്കും. ചിലരിൽ ഈ ഘട്ടങ്ങളിൽ കൈകൾ വിയർക്കുന്നത് വർദ്ധിച്ചതായി കണ്ടേക്കാം. ആൻറ്റി ഡിപ്രസൻറ്റുകളും നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മരുന്നുകളും ഉൾപ്പെടെയുള്ള ചില മരുന്നുകൾ അമിതമായി വിയർപ്പിന് കാരണമാകും. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 78% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 10 ലക്ഷം രൂപ വരെയുള്ള വാഹന വായ്പകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യ പ്രായമുള്ള തൊഴിൽ രഹിതരായവർക്ക് അപേക്ഷിക്കാം. ഫോൺ 0483231556, മറ്റൊരു നമ്പർ 9400068508. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് 26/2/2026 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള കുഞ്ഞാമര സ്ട്രിച്ചൂർ ഗേറ്റ് ഹോട്ടൽസിൽ സംഘടിപ്പിക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പലചരക്ക് കട, ചായക്കട, പച്ചക്കറി, ബേക്കറി കടകളുടെ ഉടമകൾക്കും ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് എടുക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8086871739 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 14,840 രൂപയും പവന് 1,18,720 രൂപയും രേഖപ്പെടുത്തി. വരാക്കര തട്ടിൽ മാപ്രാണത്തുകാരൻ അന്തോണി ദേവസി ഭാര്യ റോസരി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ. മേഴ്സി, ജോൺസൺ, ജെസ്സി എന്നിവർ മക്കളും പോളി പാലക്കൽ, ബീന പുതൂർക്കര, സണ്ണി വാതക്കാടൻ എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം പോട്ടക്കാരൻ ഓമന അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെണ്ടൂർ മാളിയക്കൽ എറണാകുളത്തുകാരൻ ജോണി ഭാര്യ ആനി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷിൽജ, ഷീബ, ഷൈനി, ഷൈജു എന്നിവർ മക്കളും ബേബി, ഷാജു, ജോഷി, ലൗലി എന്നിവർ മരുമക്കളുമാണ്. അവിട്ടത്തൂർ കല്ലിങ്ങപ്പുറം സുധർമ്മൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ. ജലജയാണ് ഭാര്യ. ധന്യ, ധനൂപ് എന്നിവർ മക്കളും സന്തോഷ്, രേഷ്മ എന്നിവർ മരുമക്കളുമാണ്. കാളക്കല്ല് സ്രാമ്പിക്കൽ കുട്ടപ്പൻ ഭാര്യ ലീല അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷാജു, വിനീഷ്, പരേതനായ പുഷ്പൻ എന്നിവർ മക്കളും രജനി, ഷാജു, വൃന്ദ, വിനീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചികിത്സ പിഴവ് വിവാദം. കാഴ്ച നഷ്ടപ്പെട്ട തൃക്കൂർ സ്വദേശി സനൂപിന് സഹായവുമായി അനിലക്കരയും തൃക്കൂർ പഞ്ചായത്തും. കോടാലിയിൽ 2 ദിവസം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഭാഗികമായി കത്തി നശിച്ച നിലയിൽ. അമ്മാസ് കിച്ചൻ എന്ന സ്ഥാപനമാണ് കത്തിയത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ആളൂർ പറമ്പി റോഡിന് സമീപമുള്ള കനാൽ പാലത്തോട് ചേർന്ന് സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി. ആളൂരിൽ കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.